പത്താൻകോട്ട് വിഷയത്തിൽ 3 ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, എവിടെ നിന്നായിരുന്നു അറസ്റ്റ്? മറ്റു വിവരങ്ങൾ. സൗമ്യ, പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ഓഫീസ് വൃത്തങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പത്താൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ തെളിവുകളിൽ അന്വേഷണം നടത്തിയിരുന്നു പാകിസ്ഥാനെന്നും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ഓഫീസ് തന്നെ എന്തായാലും അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 12ഓളം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന ഒരു സ്ഥിരീകരണവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ അറസ്റ്റ് ചെയ്തവരിൽ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്ന കൊടും കുറ്റവാളിയായ മൗലാന മസൂദ് അസർ, ഒപ്പം മൗലാന മസൂദ് അസറിന്റെ തന്നെ സഹോദരനായ റൌഫ് അസർ അടക്കമുള്ളവർ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ പാകിസ്ഥാൻ നൽകിയിട്ടുമില്ല. എന്തായാലും 3 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന സ്ഥിരീകരണം തന്നെ നൽകുന്നു. ഒപ്പം പാക് മാധ്യമങ്ങൾ നൽകുന്ന മറ്റൊരു റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ 4 ജെയ്ഷെ മുഹമ്മദ് ഭീകര താവളങ്ങൾ പാകിസ്ഥാൻ അടച്ചു പൂട്ടിയിട്ടുണ്ട് എന്നാണ്. ഈ 4 ജെയ്ഷെ മുഹമ്മദ് ഭീകര താവളങ്ങളിലും പാകിസ്ഥാൻ റെയ്ഡ് നടത്തിയെന്നും തുടർന്ന് ഈ താവളങ്ങളിൽ നിന്നാണ് 12ഓളം പേരെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തതെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ 4 ജെയ്ഷെ മുഹമ്മദ് താവളങ്ങൾ സീൽ ചെയ്ത് പൂട്ടിയിട്ടുണ്ടെന്നും പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ 3 പേരെ അറസ്റ്റ് ചെയ്തു എന്നൊരു സ്ഥിരീകരണം മാത്രമാണ് പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ നൽകുന്നത്. ഒപ്പം ഈ പത്താൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തുടരന്വേഷണം നടത്തുന്നതിനായി ഈ സംയുക്ത അന്വേഷണ സമിതിയുടെ ഒരു സംഘ പ്രതിനിധിയെ ഈ ഇന്ത്യയിലേക്ക് അയച്ചേക്കും എന്നൊരു സ്ഥിരീകരണവും ഇപ്പോൾ പാകിസ്ഥാൻ നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യ ഈ നൽകിയ തെളിവുകളിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്താതെ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച പോലും നടത്തില്ലെന്നൊരു നിലപാട് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പോലും ധാരണയായിരുന്നു. ഈ ഒരു നിലപാട് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കുമെന്നൊരു സൂചനകളും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്, പാക് പട്ടാള മേധാവി റഹിൽ ഷെരീഫ് അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ഒരു ഉന്നതതല യോഗം കുറച്ചു മുമ്പ് പാകിസ്ഥാനിൽ ചേർന്നിരുന്നത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ തന്നെ 3 ഭീകരരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന സ്ഥിരീകരണം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന ഭീകരവാദി സംഘടനയാണ് എന്നൊരു സ്ഥിരീകരണം ഇത് ആദ്യമായാകും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സൗമ്യ, അതോടൊപ്പം തന്നെ മനു, ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നീട്ടിവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ സമയം അന്വേഷണത്തിനായി പാകിസ്ഥാന് അനുവദിക്കാനുള്ളൊരു തീരുമാനവും ഉണ്ടായിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളുടെ വിവരങ്ങൾ കൂടി. സൗമ്യ, നിലവിൽ ഇന്ത്യ മുന്നോട്ട് വച്ചിരുന്ന തെളിവുകളിൽ ഒരു വ്യക്തമായ അന്വേഷണം പാകിസ്ഥാൻ നടത്തിയിരുന്നില്ല. ഇന്ത്യ മുന്നോട്ട് വച്ചിരുന്ന ഈ ഭീകരർ പാക് താവളത്തിലേക്കടക്കം, പാക് ജെയ്ഷെ മുഹമ്മദ് താവളത്തിലേക്കടക്കം വിളിച്ചു എന്ന് പറയുന്ന ഫോൺ നമ്പർ വിശദാംശങ്ങളടക്കം ഇന്ത്യ തെളിവുകളായി നൽകിയിരുന്നു. എന്നാൽ ഈ ഫോൺ നമ്പറുകളൊന്നും പാക് അധിഷ്ഠിതമല്ലെന്നും അതിനാൽ തന്നെ ഇത് സംബന്ധിച്ചൊരു തുടരന്വേഷണം നടത്താൻ സാധ്യമാകില്ലെന്നുമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയപ്പോഴായിരുന്നു പാകിസ്ഥാന്റെ ഈ ISI തന്നെ ഉൾപ്പെട്ട അന്വേഷണ സംഘം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. ഇതിന് പിന്നാലെ ഇത്തരത്തിലൊരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുകയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച നടത്തേണ്ട ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ് എന്നൊരു നിരീക്ഷണം വിവിധ തലങ്ങളിൽ നിന്ന് ഉയരുകയും തുടർന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ചൊരു ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ എപ്പോൾ പാകിസ്ഥാൻ തൃപ്തികരമായ ഒരു നടപടി സ്വീകരിക്കുന്നുവോ ഇതിനുശേഷം മാത്രം ഒരു ചർച്ച എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. മുംബൈ ഭീകരാക്രമണത്തിലടക്കം ഇത്തരത്തിൽ അന്വേഷണം നടത്തുമെന്നും മറ്റുമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരുന്ന നിലപാട്. എന്നാൽ ഇത് സംബന്ധിച്ച് മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികളെ വ്യക്തമായ നിയമ നടപടികൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതിനും മറ്റും പാകിസ്ഥാൻ പുലർത്തിയിരുന്ന ഒരു നിലപാട് ഈ പത്താൻകോട്ട് ഭീകരാക്രമണത്തിലും തുടരുമോ എന്നൊരു സംശയം കേന്ദ്ര സർക്കാർ വച്ചു പുലർത്തിയിരുന്നു. അതിനാൽ തന്നെയാണ് ശക്തമായ നടപടി, തൃപ്തികരമായ നടപടി പാകിസ്ഥാൻ എപ്പോൾ സ്വീകരിക്കുന്നുവോ അതിനുശേഷം മാത്രം ചർച്ച എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ചർച്ച റദ്ദാക്കുന്നില്ല. എന്തായാലും ചർച്ചയുടെ സമയക്രമം നീട്ടുകയാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ അറിയിച്ചിരിക്കുന്നത്. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പത്താൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ പിടിയിലായി.